voce alta, si sa, noi del sud facciamo discussione imposta. Siamo allergici alle strisce, di restare in fila non ci riesce neanche ai funerali. Buongiorno! Welcome to Milan! Si sa, noi del sud parliamo a voce alta, si sa, noi del sud, si sa, noi del sud collezioniamo അങ്ങനെ ഞങ്ങൾ കാലുകുത്തിയിരിക്കുന്നു ഗൈസ്. മിലാൻ വന്നിറങ്ങിയതേ ഉള്ളൂ. പെട്ടിയും വലിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ബേക്കറികളിൽ കയറി നടക്കുകയാണ്. എങ്ങനെയുണ്ടാ? കൊള്ളാവോ? ഇവിടെ നിന്ന് നേരെ Airbnb, അവിടെ പോയിട്ട് ബാക്കി. എന്താണ് കുലങ്കഷമായി ചർച്ച നിങ്ങൾ നടത്തുന്നത്? നടക്കണമെങ്കിലോ നടക്കോ? ഈ ലഗേജ് ഒക്കെ വെച്ചിട്ടല്ലേ? അങ്ങനെ Airbnb എത്തി. എല്ലാരും കീ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എത്തി കിട്ടുവോ ഇപ്പോൾ? എങ്ങനെ Airbnb താക്കോൽ 3 പേര് ആഞ്ഞ് ശ്രമിക്കുകയാണ് ഒരു കീക്ക് വേണ്ടിയിട്ട്. Can I try? Wow, നീല സൂപ്പർ ഓസം. കേൾക്കാൻ പറ്റിയില്ലേ? എല്ലാരും കേട്ടല്ലോ കോഡ്. ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പക്ഷെ പറഞ്ഞു തരില്ല. അപ്പൊ നിങ്ങൾ എന്താക്കൂ? അവസാനം അത് കിട്ടി ഗൈസ്. കമ്പിപ്പാരയൊന്നും വേണ്ടി വന്നില്ല. കോഡ് വൃത്തിക്കടിച്ചപ്പോൾ തന്നെ കിട്ടി. തുറന്നിങ്ങനെ എല്ലാവരും കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിവിടുന്ന് ഒപ്പിയെടുക്കുകയാണല്ലോ. ആ ഒപ്പിയെടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഒരു തുളസിത്തറയല്ല ഗൈസ്, അതൊരു മുളക് തറയാണ്. അതായത് രാത്രി ഇവിടെ ഏതവനെങ്കിലും വന്നാൽ ഓൻ്റെ കണ്ണിൽ തേക്കാനുള്ള മുളകാന്ന് തോന്നുന്നു. പിന്നെ ഈ വെളിയിൽ നിന്ന് കാണുന്ന ലുക്കല്ല കേട്ടോ, അകത്തേക്ക് വരണം ബായ്, വേറെ ലെവല്. ഹേ അയ്യേ, ഇതല്ല ഇനി ഉള്ളിലേക്ക്. വെൽക്കം ടു മിലാൻ. അങ്ങനെ ഞങ്ങൾ തുറന്ന് Airbnb-ക്കകത്ത് കയറി. നല്ല വലിയ വീടാ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഇന്ന് മിലാൻ എന്ന് പറഞ്ഞാല് ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ മെയിൻ ആയിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് വലിയ ഹൈ എൻഡ് ബ്രാൻഡുകളൊന്നും ഷോപ്പ് ചെയ്യാനല്ല പോകുന്നത്. ഞാനിങ്ങനെ ഇപ്പൊ ആലോചിക്കുന്നു, ഞങ്ങൾ പണ്ട് നൈക്കി അല്ല അഡിഡാസ് അങ്ങനത്തെ ഈ ബ്രാൻഡൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ ആദ്യം പറയുന്നു, ഇതിന്റെയൊക്കെ ഒരു ഷൂസോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ജാക്കറ്റ് എന്ന് വാങ്ങാൻ പറ്റുമെന്ന്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങാൻ വേണമെങ്കിൽ നടക്കുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഇപ്പം പല ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീലൊക്കെ വരും ഇങ്ങനെ, പൃഥ്വിരാജ് ഇട്ട ജാക്കറ്റിന്റെ വില എത്രയാണെന്നറിയാമോ, അല്ലെ ടോനോ ഇട്ട തൊപ്പിയുടെ വില എത്രയാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ച്. അതൊക്കെ അപ്പൊ കേട്ടു തുടങ്ങിയ ബ്രാൻഡുകളാണ് ഈ പ്രാഡ അല്ലെങ്കിൽ വെർസാഷെ, പിന്നെ ഡോൾസെ ആൻഡ് ഗബാന, അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ. അതൊന്നും ഇപ്പൊ വാങ്ങിക്കാനൊന്നും പറ്റൂല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവിടെ വരുമ്പോ അതിന്റെ ഷോപ്പുകളൊക്കെ പോയി കാണാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഷോപ്പ് കാണാൻ പോവാണ്. അതിന്റെ സ്ട്രീറ്റ് മൊത്തം ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങള് ഫാഷൻ സ്ട്രീറ്റിലേക്കുള്ള പോക്കാണ്. അവിടുന്ന് ഒരു ബസ് പിടിച്ച് ഇനി ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ കൂടി നടന്നുകൊണ്ടിരിക്കുക. ഇത് പാരീസിലൊക്കെ ഉള്ള പോലത്തെ മെട്രോ അണ്ടർഗ്രൗണ്ട്, അതുപോലത്തെ ഒരു ഫീല്.
ഇപ്പം ഈ സ്ട്രീറ്റിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പം നമ്മൾ കണ്ടിട്ടുള്ള ബ്രാൻഡുകളൊക്കെ തന്നെയുള്ളൂ. മാംഗോ, പിന്നെ ചനം കഴിഞ്ഞു, പിന്നെ പിന്നെ കുറേ ബ്രാൻഡൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേ ബ്രാൻഡുകളുണ്ട്. എന്താ? ഓ, ഇതാണോ മറ്റേ നീ എപ്പോഴും പറയാറുള്ള ആ സ്റ്റിച്ചിങ് ഉള്ള ആ ട്രക്കിംഗ് ഷൂസ് പോലത്തെ എന്തോ? ഇതിവൻ പണ്ട് എപ്പോഴും പറയുന്ന ഒരു ഷൂസാണ് ഇതിന് ഇഷ്ടമുള്ള ഡോക്ടർ മാർട്ടൻസ്. കയറി നോക്കുന്നോ? വേണ്ട. ഒന്ന് വാങ്ങിയില്ല. ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ നല്ല സുഖം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാലിനും അതെ, നീലല്ല കേട്ടോ. ഗസ് വാട്ട്, ഞങ്ങൾ കേറുന്നില്ല. അതാണ് ഗസ് എന്ന് പേര് വരാൻ കാര്യം. അയ്യോ, ഇതിന്റെ മുന്നിലൊക്കെ വന്നു കാണാം, പക്ഷെ പോകാം. അതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ബാക്കിയുള്ള പ്ലാൻസ് നടക്കണമെങ്കിൽ ഷോപ്പിംഗ് മുതലായ പരിപാടികൾ മാറ്റിവെക്കുക. ദേ അപ്പുറത്തുണ്ടല്ലോ, ഇതാ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാവുന്ന എന്താണെന്ന് നോക്കൂ, വിക്ടോറിയ സീക്രട്ട്. പക്ഷേ ഇങ്ങനെ നടക്കുമ്പം ആണ് എനിക്ക് ഇപ്പം നമ്മളിവിടെ യൂറോപ്പിൽ ഇങ്ങനെ പല പല കൺട്രീസിൽ പോകുമ്പം ഇത് കുറച്ച് നല്ല ഭയങ്കര തിരക്കുള്ള സ്ഥലം കേട്ടോ. അപ്പം അതിൻ്റെതായ ഒരു എന്ന് വെച്ചാൽ വൃത്തിക്കുറവ് കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ കുറേ ആൾക്കാരുള്ളപ്പോൾ, അതുണ്ട്. ബാലെന്ന് നമുക്ക് ഇത് വാങ്ങിക്കാം, ബാലാവീനോ, കാരണം എനിക്ക് അത് മതി. അതും എനിക്ക് അലർജി ഇല്ലാത്തതാ. അത് വാങ്ങിച്ചാലോ, കാരണം 45% ഓഫുണ്ട്. ഞങ്ങളിവിടെ ബാലിനൊരു ജീൻസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ സാറയില് ചിന്നും ചെയ്യും വയലിൽ നിന്ന് പോകുമ്പോഴേക്കാണ്. അപ്പൊ നീലിന്റെ കോലൊക്കെ തൂക്കിയാട്ടെ ഇവിടെ നീലും ചിന്നു ചേച്ചി മാറി കഴിയുമ്പോ ആൾക്കാര് പേടിച്ചു പോട്ടോ. പിന്നില്ലേ അവരോർക്ക് ഇതാരാ ഈ പ്രതിമാന്ന്. ബാലിന് തീരെ താല്പര്യമില്ല. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചൊരു ജീൻസ് ട്രൈ ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ ദേഷ്യത്തിൽ ചെറിയും പറഞ്ഞ് പോയിട്ടുണ്ട്. നീലിന് ഹേറ്റ് ഷോപ്പിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. നോക്കാം നമുക്ക്. അങ്ങനെ ഗുച്ചി മെച്ചാനും ഒക്കെ മാറിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്ന ഷോപ്പാണ്. 2 യൂറോ 1 യൂറോ 1 യൂറോ 2 യൂറോ. ഞങ്ങളാകെ നീലിലുള്ള സ്റ്റിക്കർ മാത്രം വാങ്ങി ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്തത് പോകാൻ പോകുന്നത് ലെഗാമി. ഒരു പെന്നുണ്ട് ഇവിടെ. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലും അവിടെ അവന് സ്കൂളിൽ ഒക്കെ ഉപയോഗിക്കാനൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പെന്നുണ്ട്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ലെഗാമിയിലേക്ക് പോകും. ലെഗാമി. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞങ്ങൾ വേറൊരു കടയിൽ കയറി. ഞങ്ങളെ കാണാതെ നോക്കി നിൽക്കുന്ന ജെയിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ പോയി ഒരു നിമിഷം ചിന്തിച്ചോ, ഞങ്ങളൊന്നും വാങ്ങിയില്ല. ബാറ്റേ കയറി പൈസ വെച്ചു. ഭയങ്കര പൈസ. അത്രേ ഉള്ളൂ, 1.75 ഉള്ളൂ. അതാണ് കേട്ടോ ഇവര് വാങ്ങിച്ചത്. അല്ല, ഇവര് ഈ കടയില. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാലോ, ഒരു പീസ് വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തല്ലോ. ഞാൻ ഈ കട നോക്കിട്ട് നമുക്ക് നിങ്ങൾ പോയി നോക്കിട്ട് വരുന്നോ? അതോ നോക്കട്ടെ. ഓ, നമുക്ക് നോക്കാം. വാ. ആണോ? നമുക്ക് വാങ്ങിക്കാം. വാ. താങ്ക് യു. എങ്ങനെയുണ്ട് എല്ലാരും പറയൂ. എങ്ങനെയുണ്ട് ജയ്? കൊള്ളാവോ? ബാൽ കൊള്ളാം. ചിന്നുവിന്റെ നീലിന്റെ മാക്രിട്ട കൊള്ളാവോ? നോക്കൂ, ഞങ്ങളുടെ പിസ ഇങ്ങനെയുണ്ട് കാണാൻ. ഓ, എന്തൊരു ചിയേഴ്സ്. ചിയേഴ്സ്.
നമ്മളവിടുത്തെ പിസ്സ അതൊക്കെ ട്രൈ ചെയ്ത് പിന്നെ അല്ല ബാലിൻ്റെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് സാറയുടെ പാക്കറ്റ് കിട്ടാ. ഇത്രയും നടന്നിട്ട് അയ്യടാ ഇത്രയും നടന്നിട്ട് ഞങ്ങൾ ആകെ വാങ്ങിയത് സാറേന്നുള്ള ഒരു അതും നീലിൻ്റെ ഒരു സ്റ്റിക്കറും പിന്നെ നീലിൻ്റെ 3 പെന്നുമാണ്. ഒരു 5-6 കിലോമീറ്റർ നടന്നു. ഭയങ്കര ഇവിടെ ഭയങ്കര ബാക്കി ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ ഫുഡ് പക്ഷെ അത്ര കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡ് അടിച്ചു. എന്നാ പോവാ. €19 5 അങ്ങനെ നീണ്ട ഷോപ്പിംഗ് കഴിഞ്ഞ അവശതയായിരിക്കുന്ന ചിന്നു, ഒരു ജീൻസ് സ്വന്തമാക്കിയ ബാലു, 2 പെൻ സ്വന്തമാക്കിയ നീൽ, പിന്നെ ഞാനെന്ത് സ്വന്തമാക്കിയത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ മെട്രോ വന്നു ഗൈസ്. ബൈ ബൈ. ഓ താങ്ക് യു എൻ്റെ ഐറ്റം. അങ്ങനെ ദ വെരി ബിഗ് ഡേ, ദ ഫസ്റ്റ് ഡേ ഞങ്ങളുടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിലും കയറി ഈ 3-4-5 ദിവസത്തേക്കുള്ള കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ കയറി. ഇപ്പം ആസ് യൂഷ്വൽ നമ്മുടെ നമ്മൾ ആദ്യം കളിക്കുമ്പോൾ എല്ലാവരും കളിക്കേണ്ട കാർഡ് ആദ്യം മടക്കി വെക്കുക. പിന്നെ എല്ലാവരും ഓക്കെ ആണെന്ന് പറയുമ്പോൾ മടക്കി പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അത് വെച്ചിട്ട് കളി തുടങ്ങാം. ഇങ്ങനെ 8 റൗണ്ട് വരെയാണ് കളി പോകുന്നത്. അങ്ങനെ വലിയൊരു ദിവസത്തിന് ശേഷം നാളെ അതിലും വലിയൊരു ദിവസം, സെക്കൻഡ് ഡേ, മിലാനിലെ പള്ളി, നവീഗ്ലി ഡിസ്ട്രിക്ട്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീ യു ടുമോറോ. ബൈ ബൈ.